നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാരുൾപ്പെടെ 133 സാക്ഷികൾ. കുറ്റപത്രം സമർപ്പിക്കുന്നത് കൊലപാതകം നടന്ന 56-ാം ദിവസം. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാനെത്തിച്ച പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. തിരച്ചിൽ ഊർജിതം. പ്രതികളായ വടിവാൾ വിനീത്, രാഹുൽ എന്നിവർ ഓടി രക്ഷപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ. ഇൻസ്റ്റഗ്രാമിലെ കമന്റുമായി ബന്ധപ്പെട്ട് തർക്കം. ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥിയെ ആക്രമിച്ച മറ്റ് 4 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. മർദ്ദനമേറ്റത് 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥി കാർത്തികിന്. പ്രതികൾ KSU പ്രവർത്തകരെന്ന് SFI. പ്രതികളെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കോളേജ് കൗൺസിൽ യോഗത്തിലേക്ക് ഇരച്ചുകയറി. സംസ്ഥാനം ക്രിമിനലുകളുടെ താവളമായി മാറിയെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ഇടതു സർക്കാരും CPM-ഉം ക്രിമിനൽ ലഹരി മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്നു. എലപ്പുള്ളിയിലെ കർഷക കോൺഗ്രസ് ബ്രൂവറി വിരുദ്ധ സത്യാഗ്രഹ സമരവേദിയിൽ സർക്കാർ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പൊതുപ്രവർത്തകർ. ഒരു പ്രദേശമാകെ തകർന്നാലും ബ്രൂവറി വരട്ടെ എന്ന സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് പുതുശ്ശേരി ശ്രീനിവാസൻ. തങ്ങളെ പ്രതികളാക്കി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് മരിച്ച വാളയാർ പെൺകുട്ടികളുടെ അമ്മ. ഹൈക്കോടതിയിൽ ഹാജരാകും. തുടർ നടപടികൾ സമരസമിതി നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. പട്ടാമ്പി കൊടുമുണ്ടയിൽ മുസ്ലിം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. നേർച്ചപ്പെട്ടി തകർത്ത് പണം കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ. കടമ്പഴിപ്പുറത്ത് കൈക്കൂലി വാങ്ങിയ 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണുള്ളത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തിയത് നേരിൽ കണ്ട ഏക ദൃക്സാക്ഷിയുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ 8 പേരുടെ രഹസ്യമൊഴിയും കുറ്റപത്രത്തിലുണ്ട്. കൊലപാതകം നടന്ന 56-ാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത്. ജനുവരി 27-നാണ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 ഓഗസ്റ്റ് 31-ന് സുധാകരന്റെ ഭാര്യ സജിതയെ കഴുത്തറുത്തും കൊലപ്പെടുത്തിയിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാരുൾപ്പെടെ 133 സാക്ഷികളുണ്ട്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിനൊപ്പം ആലത്തൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാനെത്തിച്ച പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുവന്ന പ്രതികളായ വടിവാൾ വിനീത്, രാഹുൽ എന്നിവരാണ് രക്ഷപ്പെട്ടത്. വെള്ള, നീല ഷർട്ടുകളാണ് പ്രതികൾ ധരിച്ചിരുന്നത്. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാനെത്തിച്ച 2 പ്രതികളാണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇവർ ഓടി രക്ഷപ്പെട്ടത്. പ്രതികൾ ഓടി രക്ഷപ്പെട്ട ഉടൻ തന്നെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും പോലീസ് പരിശോധന നടത്തി. പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം NSS കോളേജിൽ 2ാം വർഷ ഹിസ്റ്ററി ബിരുദ വിദ്യാർത്ഥിയെ മറ്റ് 4 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കഴുത്തിൽ കേബിൾ ഉപയോഗിച്ച് കുരുക്കിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥി കാർത്തിക് ഒറ്റപ്പാലം പോലീസിൽ നൽകിയ പരാതി. അക്രമികൾ KSU പ്രവർത്തകരാണെന്ന് SFI ആരോപിച്ചു. കോളേജിലെ സെലിബ്രേഷൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനടിയിൽ കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥി കാർത്തിക്കിനാണ് മർദ്ദനമേറ്റത്. കാർത്തിക്കിനെ കോളേജ് ക്ലാസ് മുറിക്ക് പുറത്തുവച്ച്
ഉച്ചയ്ക്ക് 12 മണിയോടെ സംഘം ചേർന്ന് ആക്രമിച്ചെന്നാണ് പരാതി. അവരുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ അവർ കമൻറ്റ് ചെയ്തു, ഡോഗ്സ് ആർ ബാർക്ക് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് അവർ കമൻറ്റ് ചെയ്തു. KSUവിൻ്റെ ഒരു പ്രവർത്തകൻ കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇതായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ അടിയിലാണ് ഞങ്ങൾ കമൻറ്റ് ചെയ്തത്. അങ്ങനെ എന്ത് കമൻ്റായിരുന്നു നമ്മൾ ഇട്ടത്? ഒരു ചാവാലിപ്പട്ടി കടന്ന് കുറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റായിരുന്നു ഇട്ടത്. ഞാൻ തന്നെ ഇട്ടത്. ഞാൻ മാത്രമല്ല, വേറെ അതിൽ വിദ്യാർത്ഥികൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ. പക്ഷേ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു മരവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചതായും കഴുത്തിൽ കേബിൾ ഉപയോഗിച്ച് കുരുക്കിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പോലീസിന്റെ FIRൽ പറയുന്നു. 2ാം വർഷ വിദ്യാർത്ഥികളായ റൌഫ്, ദർശൻ, സൂരജ്, അഭിനേഷ് എന്നിവരാണ് പ്രതികൾ. 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം അക്രമികൾ 4 പേരും KSU പ്രവർത്തകരാണെന്ന് SFI ആരോപിച്ചു. ഇത് തികച്ചും പ്രയാസമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. ഇത്തരത്തിലുള്ള ക്യാമ്പസുകളല്ല കേരളത്തിലെ കലാലയങ്ങൾ, ഇത്തരത്തിലുള്ള ക്യാമ്പസുകളല്ല ആയിത്തീരേണ്ടത് എന്ന ബോധ്യമാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. KSUവിൻ്റെ കയ്യിലേക്ക് കലാലയങ്ങൾ ലഭിച്ചാൽ, ക്യാമ്പസുകൾ ലഭിച്ചാൽ ഇത്തരത്തിലുള്ള നയിക്കപ്പെടലുകളാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഉണ്ടാവുന്നത് എന്നതിൻ്റെ ഇരയാണ് ഈ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ. വലിയ പ്രയാസമാണ്, വലിയ ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് SFI ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SFI പ്രവർത്തകനായ കാർത്തികിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളായ KSU നേതാക്കളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് SFI ആവശ്യമുന്നയിച്ച് കോളേജിൽ SFI പ്രതിഷേധിച്ചു. പ്രകടനമായെത്തിയ SFI പ്രവർത്തകർ കോളേജ് കൗൺസിൽ യോഗത്തിലേക്ക് ഇരച്ചു കയറി. പ്രിൻസിപ്പൽ R രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്നിരുന്ന കോളേജ് കൗൺസിൽ യോഗത്തിലേക്കാണ് SFI പ്രവർത്തകർ ഇരച്ചു കയറിയത്. ആവശ്യം യോഗത്തിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം അറിയിക്കാമെന്ന് പ്രിൻസിപ്പൽ വിശദീകരിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ ചേംബറിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് പ്രിൻസിപ്പൽ ഓഫീസിനു മുന്നിൽ സമരം തുടർന്നു. പ്രതികളായ അഭിനേഷ്, സൂരജ്, അബ്ദുൾ റഹൂഫ്, ദർശൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള യോഗ തീരുമാനം അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അച്ചടക്ക സമിതിയെ വെച്ച് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനമായി. SFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ S. കുമാർ, V. അക്ഷയ്, ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം കാർത്തിക്, ഏരിയ കമ്മിറ്റി അംഗം അനഘ, യൂണിറ്റ് പ്രസിഡന്റ് M. മിത്ര, സെക്രട്ടറി K. അമൽകൃഷ്ണ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. 12 മണിയോട് കൂടിയിട്ടാണ് ഈ വിഷയം ഇവിടെ ഉണ്ടാകുന്നത്. ഈ ആക്രമിക്കപ്പെട്ട വ്യക്തി 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായിട്ടുള്ള കാർത്തിക് എന്ന് പറഞ്ഞ പയ്യൻ ക്ലാസ്സിനകത്ത് ഇരിക്കുന്നു. ക്ലാസ്സിലായിരുന്നില്ല. ആ സമയത്ത് സൗഹൃദം നടിച്ചുകൊണ്ട് 1ാം വർഷ വിദ്യാർത്ഥികളായിട്ട് റൌഫ്, ദർശൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ, യൂണിയൻ ഭാരവാഹി കൂടിയാണ് ദർശൻ, UUC ആണ്. ദർശൻ ഉൾപ്പെടെ വന്നിട്ട് ഈ കാർത്തികിനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുകയും പുറത്തിറക്കിയതിന് ശേഷം ഈ കാർത്തിക് എന്ന് പറഞ്ഞ വ്യക്തിയെ കഴുത്തിൽ വയർ വെച്ച് മുറുക്കിയിട്ട് ആക്രമിക്കാനുണ്ടായിട്ടുള്ളത്. ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത 4 ആളുകൾ 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് KSUവിൻ്റെ മുൻ യൂണിറ്റ് ഭാരവാഹികളും നിലവിലെ യൂണിറ്റ് ഭാരവാഹികളും ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥാനം ക്രിമിനലുകളുടെ താവളമായി മാറിയെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. എലപ്പുഴയിൽ ബ്രൂവറിക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യൂസ് നടത്തുന്ന 100 മണിക്കൂർ സത്യാഗ്രഹ സമരത്തിന്റെ 4ാം ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു പ്രദേശവും കൃഷിയും ജനതയും തകർന്നാലും ബ്രൂവറി വരട്ടെ എന്ന സർക്കാർ നിലപാട് കുറ്റകരമാണെന്ന് സമരവേദിയിൽ സംസാരിച്ച പൊതുപ്രവർത്തകൻ പുതുശ്ശേരി ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടി. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും കൈയടക്കിയ സംസ്ഥാനത്ത് ഓരോ ദിവസവും ഒന്നിലേറെ കൊലപാതകം എന്ന നിലയ്ക്കാണ് കാര്യങ്ങളെന്നും CV ബാലചന്ദ്രൻ ആരോപിച്ചു. ലഹരി മാഫിയയ്ക്കും ക്രിമിനൽ സംഘങ്ങൾക്കും അഴിഞ്ഞാടാൻ അവസരമൊരുക്കുന്നത് CPMഉം സർക്കാരുമാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാർ വേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. ഒരു ദിവസം വരും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ അവസാനത്തെ ഗവൺമെന്റ് ആകാൻ പോകുന്ന ദിവസങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുത്തുക നടത്തുക തന്നെ ചെയ്യും എന്ന് മാത്രമേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ ഈ സമയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ധർമ്മസമരത്തിന്
ഈ ധർമ്മസമരത്തിന് രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങളുടെ പിന്തുണയുണ്ട്. പാലക്കാട് ജില്ലയിൽ വന്ന് പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ അത് കേവലം പരിഹാസമായി ഇതിന് കാണാതെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. എലപ്പുള്ളിയിൽ ബ്രൂവറിക്കായി സർക്കാർ നിയമ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണെന്ന് ബ്രൂവറി വിരുദ്ധ സമരസമിതി അംഗം പുതുശ്ശേരി ശ്രീനിവാസൻ കുറ്റപ്പെടുത്തി. പ്രകൃതിയുടെ മൊത്തം സംരക്ഷകരായി നടിച്ചവരാണ് ഒരു പ്രദേശത്തെ ആകെ തകർക്കുന്ന ബ്രൂവറിക്ക് അനുമതി നൽകിയത്. ഒരു പ്രദേശവും ജനതയും കൃഷിയും ആകെ തകർന്നാലും ബ്രൂവറി വരട്ടെ എന്ന നയം എന്തിനു വേണ്ടിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ലക്ഷം ലിറ്റർ വെള്ളമാണ്, വലിയ ബോർവെല്ലുകളാണ് ഇവര് അവിടെ കുഴിക്കുന്നത്. നമുക്ക് പ്ലാച്ചിമടയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോ അത്തരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറയാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ എലപ്പുള്ളിക്കാർ മാത്രം വിചാരിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതോ എലപ്പുള്ളിയിലെ കർഷകർ മാത്രം വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമരമല്ല. പ്ലാച്ചിമടയിലേക്ക് കേരളം ഒഴുകിയെത്തിയതുപോലെ ഇന്ത്യ രാജ്യത്തുള്ള വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, മേധാ പട്കറും വന്ദന ശിവയും രാജഗോപാലും തുടങ്ങിയുള്ള നിരവധി ആളുകൾ, നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരൊക്കെ പ്ലാച്ചിമടയിലേക്ക് ഒഴുകിയെത്തി. രാജ്മോഹൻ, സതീഷ് പഴക്കുളം, ജോസ് പൂമല, ഗീവർഗീസ്, EM ബാബു, MM ഹമീദ്, മാത്യു ചെറുപറമ്പൻ എന്നിവരും സമരവേദിയിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടമ്പഴിപ്പുറത്ത് കൈക്കൂലി വാങ്ങിയ 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിൽ. ഫോറസ്റ്റ് സർവേയർ ഫ്രാങ്ക്ലിൻ ജോർജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുജിത്ത് എന്നിവരാണ് പിടിയിലായത്. വനം വകുപ്പിന്റെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് NOC നൽകുന്നതിന് ഇവർ 35,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഭൂമി അളന്ന ശേഷം കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇരുവരും വിജിലൻസിന്റെ പിടിയിലായത്. പട്ടാമ്പിയിൽ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് മോഷണം. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. പട്ടാമ്പി കൊടുമുണ്ടയിലാണ് മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നത്. വെസ്റ്റ് കൊടുമുണ്ട ജലാലിയ സുന്നി കോംപ്ലക്സ്, മേലെ കൊടുമുണ്ട ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് കൊടുമുണ്ടയിൽ നിന്നാണ് പിന്നീട് മേലെ കൊടുമുണ്ട ജുമാ മസ്ജിദിലേക്ക് മോഷ്ടാവ് പോയിരിക്കുന്നത്. നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് പണം കൈക്കലാക്കിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് മോഷണം നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തങ്ങളെ പ്രതികളാക്കി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് വാളയാറിൽ മരിച്ച പെൺകുട്ടികളുടെ അമ്മ. സമൻസ് കിട്ടിയതനുസരിച്ച് ഹൈക്കോടതിയിൽ ഹാജരാകുമെന്നും തുടർ നടപടികൾ സമരസമിതി നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും പെൺകുട്ടികളുടെ അമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തങ്ങളെ പ്രതികളാക്കിയാലും വേണ്ടില്ല, കേസിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. അച്ഛനമ്മമാരെ പ്രതികളാക്കി തെറ്റിദ്ധാരണയുണ്ടാക്കാനാണ് CBI ശ്രമിക്കുന്നത്. അത് നടക്കില്ല. പ്രതികളായെന്ന് വെച്ച് നാണക്കേടോടെ കെട്ടിത്തൂങ്ങിച്ചാവില്ല. പോരാട്ടം തുടരും. യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ഞങ്ങളില്ലാതായാൽ കേസ് ഇല്ലാതാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതും നടക്കില്ലെന്ന് പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. തുടർ നടപടി പറഞ്ഞാൽ അവരിപ്പോൾ ഞങ്ങളുടെ പ്രതികളാക്കിയതിൻ്റെ പേരിൽ യഥാർത്ഥ പ്രതികളിലെത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ അച്ഛനമ്മയും പ്രതിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ സമൻസ് വെച്ച അവസ്ഥയ്ക്ക് ഇപ്പോൾ 25 ഞങ്ങൾ കോടതിയിൽ ഹാജരാകും. ഇനിയിപ്പോൾ അടുത്ത നടപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പ്രതി ചേർത്തിയതിൻ്റെ പേരിലോ പ്രതിയാക്കിയെന്നുള്ളതിന് ഒരു ടെൻഷനില്ല. പക്ഷേ എൻ്റെ മക്കളെ കൊന്നവരിനെ ഞങ്ങളെ പ്രതി ചേർത്തിട്ടാണെങ്കിലും കണ്ടെത്തി തരുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് കണ്ടെത്തി തരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളെ പ്രതി ചേർത്ത് ഞങ്ങൾ പ്രതികളായാലും ഞങ്ങൾക്ക് വിഷയമല്ല. എൻ്റെ മക്കളെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞങ്ങളത് തരണം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. കാരണം അവരിങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങളെന്തെങ്കിലും മനപ്രയാസം കൊണ്ട് കെട്ടിത്തുങ്ങിച്ചാവാനോ എന്തെങ്കിലും ഒരു കേസിലാക്കം ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിൽ അത് അവർക്ക് തെറ്റി. ഞങ്ങൾക്ക് ഇനി എന്തെല്ലാം ഇതിൽ കൂടുതൽ ഇനിയൊന്നും വരാനില്ല. അപ്പം ഇതെല്ലാം വന്ന അവസ്ഥയ്ക്ക് പോലും ഞങ്ങൾ നേരിട്ട് ഞങ്ങളുടെ മക്കളെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ സമരമായിട്ട് വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിയമ നടപടികൾ എങ്ങനെ കൊണ്ടുപോകണമെന്നത് സമരസമിതിയുമായി ആലോചിച്ച് തീരുമാനിക്കും. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുണ്ട്. മാനസികമായി തളർത്തി കേസ് ഒതുക്കാനുള്ള ശ്രമം നടക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് കാണാതായ യുവാവിനെ കാട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അറങ്ങോട്ടുകര മൂത്തേടത്ത് വീട്ടിൽ സേതുമാധവന്റെ മകൻ 41 വയസ്സുള്ള പ്രിയനെയാണ് വറവട്ടൂരിലുള്ള കാട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടി ഇദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കാരും അന്വേഷിച്ചപ്പോഴാണ് ഓക്ടോറിക്ഷയിൽ മാതാവ് കുഞ്ഞുകുട്ടിയമ്മയുടെ തറവാട്ട് വീട്ടിലേക്ക് പോയതായി അറിഞ്ഞത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് സമീപത്തുള്ള കാട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് മുളങ്കംതൊത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ചൊവ്വാഴ്ച മൃതദേഹം വിട്ടുകൊടുത്തു. അവിവാഹിതനാണ്. സഹോദരി പ്രിയ, സഹോദരൻ പ്രിയൻ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. DCC പ്രസിഡന്റിനും തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനും രൂക്ഷ വിമർശനവുമായി കോട്ടായി മേഖലയിൽ കോൺഗ്രസിൽ കൂട്ടരാജി. DCC പ്രസിഡന്റ് എ തങ്കപ്പനും തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാലനും ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയെ തകർക്കുകയാണെന്ന് രാജി പ്രഖ്യാപനം നടത്തിയവർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ മണ്ഡലം ഭാരവാഹിത്വത്തിൽ നിന്നും ജില്ലാ നേതൃത്വം ഒരു അന്വേഷണമോ ഒരു സപ്പോർട്ടോ ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് അതുവഴിയുള്ള പ്രതിഷേധത്തിന് ഞങ്ങൾ നിരാജിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ മിസ്റ്റർ തങ്കപ്പൻ ജില്ലാ പ്രസിഡന്റ് രാജി വാങ്ങിക്കാൻ പോലും സ്വീകരിച്ചില്ല. അതിനുവേണ്ട സമയം പോലും കണ്ടെത്തിയിട്ടില്ല. രാജി കൊടുക്കുമ്പോൾ വാങ്ങിച്ച പേപ്പർ വലിച്ചെറിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ജില്ലാ നേതൃത്വത്തിലൂടെ ഞങ്ങൾ ഇതുവരെ 1000 രൂപയ്ക്ക് കൊണ്ടും അവിടെ പണിയെടുക്കുകയായിരുന്നു. കോട്ടയം മണ്ഡലം കമ്മിറ്റി അമരക്കാരനായ മിസ്റ്റർ മോഹൻകുമാർ 3 വർഷമായി ലക്ഷങ്ങൾ ചിലവാക്കി അവിടെ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സപ്പോർട്ടും ജില്ലാ നേതൃത്വം തന്നിട്ടില്ല ഇതുവരെ. കോട്ടായി മേഖലയിലെ കോൺഗ്രസിലെയും പോഷക സംഘടനകളിലെയും ഭാരവാഹികളാണ് രാജിവെച്ചത്. കോൺഗ്രസിനായി ഇനി പ്രവർത്തിക്കില്ലെന്ന് രാജിവെച്ചവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടായി മണ്ഡലം പ്രസിഡന്റായ കെ മോഹൻകുമാർ ചുമതലയേറ്റ നാൾ മുതൽ കോൺഗ്രസിനെ തകർക്കുന്ന സമീപനമാണ് നടക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് ആളെ കൂട്ടുന്നവർക്കെതിരെ DCC പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനും തെളിവ് സഹിതം പരാതി നൽകിയിരുന്നു. CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കളെ പുറത്താക്കാൻ തീരുമാനമായെങ്കിലും ഗ്രൂപ്പിന്റെ പേരിൽ ഇവരെ സംരക്ഷിച്ചു. ഞങ്ങള് പ്രവർത്തിച്ച് ഇപ്പോൾ ഇലക്ഷൻ എടുക്കാറായപ്പോ ഇപ്പോൾ ഗ്രൂപ്പ് ഇത് ഈ പറയുന്ന 3 വർഷവും ഈ പറയുന്ന KPCC പ്രസിഡന്റ് VD സതീശൻ വന്നപ്പോഴോ അല്ലെങ്കിൽ K മുരളീധരൻ വന്നപ്പോഴോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിച്ചിട്ടുള്ള അനുസ്മരണത്തിന് പോലും വരാത്ത ചില ആളുകൾ പാർട്ടിയിലേക്ക് വന്നിട്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സീറ്റ് വേണം എന്ന രീതിയിലുള്ളൊരു സംസാരം വന്നു. ആ സംസാരം വന്നപ്പോൾ നമ്മൾ നേതൃത്വത്തോട് നമ്മൾ പറഞ്ഞു, അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ പാർട്ടിയിലേക്ക് വരുന്ന ആരെയും നമുക്ക് എതിരഭിപ്രായമില്ല. പക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കാതെ ഒരു ജനങ്ങളോട് ഇടപഴകാതെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയോട് കൂറ് കാണിക്കാതെ പുറത്തു നിന്ന് ഇതിന് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ വർക്ക് ചെയ്തുകൊണ്ട് ഇലക്ഷൻ എടുക്കാറായപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് സീറ്റ് വേണം എന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പ്രവർത്തിക്കാത്ത ആൾക്കാരെ, അതായത് മറ്റു പാർട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് കോൺഗ്രസിനെ ഒരു പ്രവർത്തന മന്ദിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ സീറ്റിന് വേണ്ടി വന്നപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് നേതൃത്വത്തോട് പറഞ്ഞു. അത് ഇതുവരെ നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് സംസാരിച്ചു ഒക്കെ ചെയ്തു. അതിന് ഒരു തീരുമാനം വരാത്തത് കൊണ്ട് ആലങ്കാരികമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ പദവികൾ ഒഴിയുകയാണെന്ന് മാത്രം. കോട്ടായി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒരു സംഘം പരാജയപ്പെടുത്തുകയാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തുന്നവരെ സംരക്ഷിച്ച് ഗ്രൂപ്പ് കളിക്കുന്ന ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ പാർട്ടിയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാജിവെച്ചവർ കുറ്റപ്പെടുത്തി. മൃദുന മധുസൂദനൻ, PP സുധ, ചന്ദ്രൻ, ജിഷോ, സെറീന, VB ശശിധരൻ, സുലൈമാൻ, ലക്ഷ്മിക്കുട്ടി, മുരളീമോഹൻ, ശിവദാസ്, സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ബയോബിന്നുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, വാർഡംഗം KV രതീഷ്, അനിത മോഹൻ എന്നിവർ സംസാരിച്ചു. 47 ബിന്നുകളാണ് വിതരണം ചെയ്തത്. ചേലക്കര അന്തിമഹാകാളൻ വേല കമ്മിറ്റിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ അനൂപ് എന്ന ഗിരീഷിനെയാണ് പോലീസ് പിടികൂടിയത്.
പണ്ടാരപ്പിള്ളിക്കാരൻ എന്ന പേരിൽ ആരംഭിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ വിദ്വേഷ പരാമർശങ്ങളും വെല്ലുവിളിയും നടത്തിയ BJP പ്രവർത്തകൻ കൂടിയായ കുലക്കാട് സ്വദേശി ഗിരീഷിനെയാണ് പോലീസ് പിടികൂടിയത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അനൂപ് എന്ന പേരിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ നൽകുകയായിരുന്നു. ഇതിനെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ചേലക്കര പോലീസിൽ പരാതി നൽകുകയും തുടർന്നുള്ള അന്വേഷണത്തിലാണ് അനൂപ് എന്ന ഗിരീഷിനെ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുതുരുത്തി പയങ്കുളം റോഡ് 1-ാം മൈൽ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പൂജാരി ഓമനക്കുട്ടന്റെ നേതൃത്വത്തിൽ വിവിധ പൂജകളും നടന്നു. വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. അമ്പലപ്പാറ ഭാസ്കരന്റെ നേതൃത്വത്തിൽ സർപ്പം പാട്ട് നടന്നു. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് കുംഭപാനി പൂജയും നടക്കും. കുംഭം എഴുന്നള്ളിപ്പിനായി ഭാരതപ്പുഴയിലേക്ക് മേളത്തോടുകൂടി പുറപ്പെട്ട് കുംഭം രാത്രിയിൽ ക്ഷേത്രത്തിലെത്തും. ബുധനാഴ്ച രാത്രി 8:30 പാഞ്ഞാൽ രാകേഷ് പയങ്കുളം എന്നിവരുടെ നേതൃത്വത്തിൽ തായമ്പകയും ഉടുക്കുകൊട്ടുപാട്ടിൻ്റെ താളത്തിൽ തോട്ടത്തിൽ പടിയിൽ നിന്നും മാവ് വിളക്ക് എഴുന്നള്ളിപ്പും വൈകിട്ട് ഇഷാൻ രാജ് കലാകേന്ദ്ര, കൃഷ്ണൻ കലാകേന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും വ്യാഴാഴ്ച ഉണ്ടാകും. വെള്ളിയാഴ്ച പുലർച്ചെ ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തുന്നതോടെ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി MC നാരായണൻകുട്ടി, ട്രഷറർ MV ശശികുമാർ എന്നിവർ പറഞ്ഞു. ചെറുതുരുത്തി ശ്രീ മാരിയമ്മൻ കോവിലിൽ വർഷം തോറും നടത്തിവരാറുള്ള മാരിയമ്മൻ പൂജാ മഹോത്സവം 4 ദിവസത്തെ വിപുലമായ പരിപാടികളോടുകൂടി മാർച്ച് 25-ന് തുടക്കം കുറിച്ചു. ഇന്ന് രാവിലെ അമ്പലത്തിലെ വിവിധ പൂജകളോടുകൂടി സർപ്പം പാട്ട്, ഉച്ചയ്ക്ക് മഹാ അന്നദാനം തുടങ്ങിയ പരിപാടികളോടാണ് ആരംഭിക്കുന്നത്. 4 ദിവസം ബുധൻ, വ്യാഴം, വെള്ളി തുടങ്ങിയ 4 ദിവസമുണ്ട്. അടുത്ത ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വൈകുന്ന രാത്രി ആണ് അന്നദാനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മാറ പോത്തുണ്ട് ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാരുൾപ്പെടെ 133 സാക്ഷികൾ. കുറ്റപത്രം സമർപ്പിക്കുന്നത് കൊലപാതകം നടന്ന 56-ാം ദിവസം. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാനെത്തിച്ച പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. തിരച്ചിൽ ഊർജിതം. പ്രതികളായ വടിവാൾ വിനീത്, രാഹുൽ എന്നിവർ ഓടി രക്ഷപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ. ഇൻസ്റ്റഗ്രാമിലെ കമന്റുമായി ബന്ധപ്പെട്ട് തർക്കം. ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥിയെ ആക്രമിച്ച മറ്റ് 4 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. മർദ്ദനമേറ്റത് 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥി കാർത്തികിന്. പ്രതികൾ KSU പ്രവർത്തകരെന്ന് SFI. പ്രതികളെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കോളേജ് കൗൺസിൽ യോഗത്തിലേക്ക് ഇരച്ചുകയറി. സംസ്ഥാനം ക്രിമിനലുകളുടെ താവളമായി മാറിയെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ഇടതു സർക്കാരും CPM-ഉം ക്രിമിനൽ ലഹരി മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്നു. എലപ്പുള്ളിയിലെ കർഷക കോൺഗ്രസ് ബ്രൂവറി വിരുദ്ധ സത്യാഗ്രഹ സമരവേദിയിൽ സർക്കാർ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പൊതുപ്രവർത്തകർ. ഒരു പ്രദേശമാകെ തകർന്നാലും ബ്രൂവറി വരട്ടെ എന്ന സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് പുതുശ്ശേരി ശ്രീനിവാസൻ. തങ്ങളെ പ്രതികളാക്കി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് മരിച്ച വാളയാർ പെൺകുട്ടികളുടെ അമ്മ. ഹൈക്കോടതിയിൽ ഹാജരാകും. തുടർ നടപടികൾ സമരസമിതി നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. പട്ടാമ്പി കൊടുമുണ്ടയിൽ മുസ്ലിം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. നേർച്ചപ്പെട്ടി തകർത്ത് പണം കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ. കടമ്പഴിപ്പുറത്ത് കൈക്കൂലി വാങ്ങിയ 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.